ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആണ് വരാൻ പോകുന്നത്. 37.25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. $24,150 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. 24,150.45 യെസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് തുടക്കത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഡേ ലോ ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24,000 വരുന്നത് ഒരു പക്ഷേ 24,000 ലെവലിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ടൊരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ച് തിങ്കളാഴ്ച ഫോം ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് ഇന്നലെയും മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലോവർ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് വരാനായിട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 24,000 ആയിരിക്കും. അതിനിടയിലൊരു ചെറിയൊരു സപ്പോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ അത് റെസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. 24,070 ലെവൽ, അതുപോലെ തന്നെ 24,000 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽസ് വരുന്നത്. സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,150. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. അതുപോലെ തന്നെ 24,100. കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് 24,070 ലെവൽ ബ്രേക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ട്രേഡ് പ്ലാൻ ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ വന്നിട്ടുള്ളത്. ഇന്നലെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നലെ കാര്യമായ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ രാവിലെ ഫസ്റ്റ് 5 മിനിറ്റ്സിലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം ഇങ്ങനെ പ്രീമിയം ഡീക്കേ പോലെ നമുക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഫസ്റ്റ് ഒരു മൂവ്മെൻറ്റിന് ശേഷം, അപ്പോൾ ഈ ഒരു 10:45 വരെ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സൈഡ് വേസിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. 24,150 to 24,200 ആ ഒരു 50 പോയിൻറ്റ്സ് റേഞ്ചിലാണ് നിഫ്റ്റി ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പയറി മൂവ്മെൻറ്റ് പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു പക്ഷേ ഇന്നായിരിക്കും വരുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24,070 ലെവൽ ഒരു സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,000 വരാനും അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വരെയുണ്ട്. ഇപ്പോൾ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിലൊരു ബെയറിഷ്നെസ് നമുക്ക് ഉണ്ട്. ഇപ്പോൾ 350 ലെവൽ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,350 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച. വീക്ക്ലി ക്ലോസിങ് നോക്കുകയാണെങ്കിൽ 24,334.30 ആ ഒരു ലെവലായിരുന്നു. 350യുടെ താഴെയായിരുന്നു. അപ്പോൾ നമുക്കൊരു പക്ഷേ 925 ലെവൽ 23,900 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. 24,070 ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഒരു അപ്പ് മൂവ് കാണാം. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുക നോക്കാം. അതിനുശേഷം നമുക്ക് എൻട്രി ഡിസിഷൻ പ്ലാൻ ചെയ്യാം. ഡയറക്ഷൻ എന്തായാലും ഇതുവരെ ബെയറിഷാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,070 ലെവൽ ബ്രേക്ക് ചെയ്ത് 24,000 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതുവരെയുള്ള ഡേ ലോ 24,008.70 ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മൾ 24,000 ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24,010 ലെവലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ഈ ഒരു ഇവിടെ നിന്നാണ് നമുക്ക് 24,010 ലെവലിലേക്ക് കൃത്യമായിട്ട് ഫോളായി ലോ വന്നിട്ടുള്ളത്. നമുക്കിവിടെ മുകളിൽ കാണാം 24,010.55 ആണ്. അപ്പോൾ അതേ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വൺസ് 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു ഫോൾ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓവറോൾ ഇന്നൊരു റിക്കവറി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 24,150 തുറന്നതിന് ശേഷം, ഓപ്പൺ ചെയ്തതിന് ശേഷം 24,070 ബ്രേക്ക് ചെയ്തു, 24,000 വന്നുകൊണ്ടിരിക്കുകയാണ്. 24,008.70 ആണ് ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ലോ. അപ്പോൾ ഒരു ബൈയിങ് പ്രഷർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അറൗണ്ട് 24,100 ലെവലിലേക്ക്. ഏകദേശം ഈ ഒരു ഇന്നത്തെ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഈ ഒരു ലെവൽ 24,100 ലെവലിലേക്കൊരു റിക്കവറി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും ഫോൾ വന്നേക്കാം, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഇതുവരെയുള്ള ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, എൻട്രി കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് വന്നിട്ടുള്ളതെങ്കിലും റിക്കവറിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൾ ഓപ്ഷൻ എൻട്രി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു കോൾ ഓപ്ഷൻ എൻട്രി കിട്ടാനായിട്ട് നമുക്ക് മേ ബി കുറച്ച് സമയം കൂടി ഈ ഒരു ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഇനിയും എൻട്രി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ബെയറിഷ് ആയിട്ടുള്ളൊരു എൻട്രി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പുട്ട് ഓപ്ഷൻ സൈഡ് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത് ഇനിയും 24,000 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 23,925 ലെവൽ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു 60-70 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഒരു 30-40 പോയിൻറ്റ്സ് ഉറപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 24,100 റിക്കവറിയിൽ നമുക്ക് ഒരു എഗെയിൻ ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. $24,000 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 24,000 പുട്ട് ഓപ്ഷനിലൊരു എൻട്രി പ്ലാൻ ചെയ്യാം. $24,000 പുട്ട് ഓപ്ഷൻ 145. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 164 ഒരു 20 പോയിൻറ്റ്സ് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്, 125 വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു എൻട്രി ഒന്നും തന്നെ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 145 എൻട്രി, 2 ലോട്ട്സ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 24,000 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മന്ത്ലി എക്സ്പയറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ വീക്ക്ലി എക്സ്പയറി കഴിഞ്ഞു. ഇനി വരുന്നത് 28th മന്ത്ലി എക്സ്പയറിയാണ്, ഈ ജൂൺ മാസത്തിൻ്റെ മന്ത്ലി എക്സ്പയറി. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഓർഡർ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസത്തെ ജൂലൈ 28 24,000 പുട്ട് ഓപ്ഷൻ 145 നമുക്ക് നോക്കാം. നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 150 വന്നിട്ടുള്ളത്. ഇപ്പോൾ ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു.
149.30. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് 158 ആണ്, സെക്കൻഡ് ടാർഗറ്റ് 178. സ്റ്റോപ്പ് ലോസ് 125. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തായാലും ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. 150 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 145 ആണ് നമ്മുടെ എൻട്രി. എന്തായാലും നോക്കാം. 146 എത്തിയിട്ടുണ്ട്. യെസ്, $145.05 ആക്റ്റീവ് ആയിട്ടില്ല. $145.05 ആണ്. 5 പൈസ ആക്റ്റീവ് ആവും തോന്നുന്നു. യെസ്, ആക്റ്റീവായി. ഓക്കെ, $125 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. $158 ആണ് ടാർഗറ്റ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ബൈയിങ് പ്രഷർ ഈ ഒരു ലെവലിൽ നിന്ന് വരണം. നമുക്ക് നോക്കാം. യെസ്, ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. നോക്കാം. അറൗണ്ട് കോസ്റ്റിലുണ്ട്. നമുക്ക് 158 വരണം ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ ആ ഒരു കോസ്റ്റിൽ തന്നെ ആ ഒരു ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്തു 145.20. എന്തായാലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു ബൈയിങ് പ്രഷറാണ് സ്പോട്ടിൽ കാണുന്നത്. ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 145 ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് 152 ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 158 ടാർഗറ്റിനുള്ള ചാൻസസ് കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എക്സിറ്റ് ചെയ്തു. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. 145 ട്രേഡ് വർക്കൗട്ട് ആയിട്ടില്ല. അത് 125 ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് എക്സിറ്റ് ചെയ്യാനാണ് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി പ്ലേസ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരേണ്ടതാണ്.
അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ഒരു ബൈങ് പ്രഷർ വരും എന്ന് തോന്നുന്നില്ല. അത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രേഡ് പ്ലാന്. അത് പ്രകാരം എക്സിറ്റ് ചെയ്തു. എന്തായാലും കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റി. നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ഡേ ലോ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രേഡ് സെക്കൻഡ് ടാർഗറ്റിലേക്ക് വന്നു. 178 ആണ് സെക്കൻഡ് ടാർഗറ്റ്. 178 ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. നമ്മുടെ എൻട്രി അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു സപ്പോർട്ട് ലെവൽ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അത് പ്രീവിയസ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു റീടെസ്റ്റ്, ഓൾമോസ്റ്റ് ഒരു റീടെസ്റ്റ് പോലെ പോയതിന് ശേഷമാണ് ഡേ ലോയിലേക്ക് ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു 145 എൻട്രി, അതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിലായിരുന്നു എൻട്രി എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ 145 എടുത്തതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്തു. പക്ഷേ അത് 158ഉം അതുപോലെ തന്നെ 178ഉം സെക്കൻഡ് ടാർഗറ്റ് ഡേ ഹൈയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് നമ്മുടെ എൻട്രി കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല പ്രോഫിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ ടാർഗറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് മതി. ഈ ഒരു ട്രേഡ് മിസ്സായാലും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ട്രേഡ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും സെക്കൻഡ് ടാർഗറ്റ് വന്നു, കുഴപ്പമില്ല. അത് സ്റ്റോപ്പ് ലോസ് വന്നിട്ടില്ലെങ്കിലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷനാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എൻട്രി താഴത്തെ സപ്പോർട്ട് ലെവലായിരുന്നു. അത് ഈ ഒരു ലെവലിൽ നിന്ന് 145 ലെവലിൽ നിന്നൊരു ബൈങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. എന്തായാലും 24,000 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ വീണ്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 925 ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,960 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഇതുവരെയുള്ള ഡേയിലോ 23,961.40. 925 ലെവലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ലെവൽ. ഇനി 3 മണിക്കുള്ളൊരു മൂവ്മെൻറ്റിൽ ആ ഒരു ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതിനുശേഷം ട്രേഡ്സൊന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. കപ്പിൾ ഓഫ് ട്രേഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവോയ്ഡ് ചെയ്ത ഒരു സൈഡ് വേസ് റേഞ്ചിലായിരുന്നു. ഒരു 12 മണിക്ക് ശേഷം നമ്മുടെ ഒരു 24,000 പുട്ട് ഓപ്ഷൻ സെക്കൻഡ് ടാർഗറ്റ് വന്നതിന് ശേഷം ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ കാണാം ഡേ ലോ ലെവൽ വന്നതിന് ശേഷം അധികം ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. ഏതായാലും നമുക്ക് ഇന്നത്തെ ദിവസം കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നാളെ നോക്കാം. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.